ചെമ്പക്കരയിൽ യുവദമ്പതികൾ സ്വവസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. IT ഉദ്യോഗസ്ഥയായ അഞ്ജു, ഡോക്ടറായ രാജേഷ് എന്നിവരാണ് മരിച്ചത്. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇവർക്ക് 12 വയസ്സുള്ള ഒരു മകളുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ എന്നാണ് പോലീസ് അധികാരികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ചേച്ചി ടെൻഷനാവണ്ട. ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് ഫേസ് ചെയ്യാവുന്ന എക്സ്പീരിയൻസ് അല്ലല്ലോ അവളുടെ ലൈഫിലുണ്ടായത്. എനിക്ക് പോലും രാജേഷ് പോയി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ കുഞ്ഞിന്? അറിയാം ഡോക്ടർ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഐ കാൻ ബി ഹിയർ ഫോർ മോർ ദാൻ 2 months. ഈ ഒരു കണ്ടീഷനിൽ മോളെ ബോംബെക്ക് കൊണ്ടുപോയാൽ സമയമുണ്ടല്ലോ. സംഭവം നടന്നിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അവളെന്നോടൊന്നും സംസാരിക്കുന്നില്ല. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഡോക്ടർ. ഫുൾ ടൈം ഫോണും നോക്കി ഒരേ ഇരിപ്പ. ഇപ്പോഴത്തെ കുട്ടികളുടെ ലൈഫിൽ നിന്നൊന്നും ഫോൺ അങ്ങനെ കംപ്ലീറ്റ് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. വാച്ച് ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ആദ്യമോടൊന്ന് സംസാരിക്കട്ടെ. മോക്ക് ഈ ഡോക്ടറെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ മോളുടെ പപ്പയുടെ കൂടെ ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട്. മോൾ ഒരാഴ്ചയായിട്ട് ആരോടൊന്നും സംസാരിക്കുന്നില്ല എന്നാണല്ലോ ആൻറ്റി പറഞ്ഞത്. യു മസ്റ്റ് ബി മിസ്സിങ് യുവർ പേരൻസ്. അതെന്താ? ആദിക്ക് അച്ഛനും അമ്മ ഇഷ്ടമായിരുന്നില്ലേ? No, they've always ignored me. അവർക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഏകാന്തം നിരമൗനം മനം ഏതേതോ നിഴലാഴം. പിന്നെ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നതായിരുന്നു അവർക്ക് പ്രശ്നം. തണൽ തേടുവതേതോ നിഴലിൽ നിടവഴികളിലോ അറിവില്ലാതുമെങ്കും ഇടവില്ലാതിന്നീലെ ഉടലുന്നൊരു തനുവോ തളിർമനമോ മിഴി വഴിയോ അറിയുന്നൊരു മുഖമിങ്ങനെ അത് ചെറുകനവോ നിറവോ. ഏയ് ലീവ് ഇറ്റ് ആദി. നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ആ, മേഘ. ആ ഗുഡ്. മേഘയ്ക്ക് ആദ്യത്തെ കാര്യങ്ങളൊക്കെ അറിയോ? യെസ്, ഐ ടെൽ ഹർ എവറിത്തിങ്. അവൾക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. അവൾക്ക് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അരികെ നീ വരുന്നു അറിവോ ഞാനിതെന്നെ ഹൃദയം സ്നേഹപൂർണം മനമോ ശാന്തമാകയായി. ഐ തിങ്ക് ഈ മേഘ നല്ലൊരു ഫ്രണ്ടാണ്. ഇനി മോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മേഘയോടോ ഞങ്ങളോടോ ഒക്കെ അത് പറയാം. ഓക്കെ, ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ.
നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ മോള് നല്ല സ്മാർട്ടായിരിക്കണം കേട്ടോ. ഓക്കെ? എവിടെയെങ്കിലും പോകാറിങ്ങാണോ? ആ ഞാൻ ജസ്റ്റ് ഹൗസ് ഓണറിന്റെ ഫ്ലാറ്റ് വരെ പോവാൻ. മോൻ്റെ ഒരു അഡ്മിഷൻ ആവശ്യത്തിന് ഞാൻ ലീവായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇവിടെ അടുത്താണല്ലോ, ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. ആദ്യോടെ അവള് മുകളിലുണ്ട്. സാർ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. മൺഡേ പോവാണല്ലോ, അതിൻ്റെ ഒരു തിരക്കില്ല. ഓർമ്മയുണ്ട്. അതിനോട് ഞാൻ വരാൻ തീരുമാനിച്ചേ. ഇഷ്യൂ ഓക്കേനോ? ഇത്ര പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഡോക്ടറോടാണ് നന്ദി പറയേണ്ടത്. പിന്നെ ആ കുട്ടി മേഘയില്ലേ, അവളുടെ ഇൻവോൾവ്മെന്റ് വലിയൊരു ഫാക്ടറായിരുന്നു. പക്ഷെ ഫോൺ യൂസ് കുറച്ച് കൂടുതലാ. ഫോൺ ഓട്ടിരിക്കുമ്പോൾ ആദ്യം ഓക്കെ ആണെങ്കിൽ തടയണ്ട, ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി. ഞാൻ വല്ലത് നിർബന്ധിക്കാറില്ല. ഇവിടെ പോകുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ മിസ് ചെയ്യുമെന്നായിരുന്നു എൻ്റെ പേടി. പക്ഷെ ചോദിച്ചപ്പോൾ ഫോണിൽ വിളിക്കാമല്ലോ എന്ന് അവൾ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അവളെ വിളിക്കാം. ഈ ഹെഡ്ഫോൺ തലയിൽ വെച്ചിരിക്കുന്നോണ്ടേ ഇവിടെ ആര് വന്നാലും അവൾ അറിയില്ല. വേണ്ട, ഞാൻ കയറി കണ്ടോളാം. ചേച്ചി താഴെ പോയിറങ്ങിയതല്ലേ, പോയി വന്നോളൂ. ശരി എന്നാ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഹലോ, എന്താ മോളത്തേക്ക് ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഓൾ സെറ്റ് ടു ഗോ? യാ. ഞാൻ മോളുടെ സ്കൂളിൽ നിന്ന് പോയിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ സ്കൂളിൽ മേഘ എന്നൊരു കുട്ടി ഇല്ല എന്നാ മോളുടെ ടീച്ചർ പറഞ്ഞേ. ചിലപ്പോൾ ടീച്ചർക്ക് തെറ്റിപ്പോയതായിരിക്കും. മേഘയുടെ നമ്പറും തരുമോ? ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാ. I've sent it to you. താങ്ക് യു. Hello. What is this? That is Megha. Hi, I'm Megha. You sound a little quiet, Adi. Can I ask why? Hey, I'm here for you, okay? You can talk to me anytime about anything. From now on, I'm your best friend. Deal? Now come on, show me that smile, Adi. Hey! Adi, I'm here for you. Don't be sad. ആദി വാ, ഫുഡ് കഴിക്കാം. ആദി, രാത്രിയിൽ ഫോൺ യൂസ് കുറക്കാൻ വേണ്ടിയിട്ട് ആ വൈഫൈയുടെ പാസ്വേഡ് മാറ്റിയത്. ടീച്ചേഴ്സ് പറയുന്ന നീയും കേട്ടതല്ലേ? ആദി വേണ്ട, കഴിക്കണല്ലേ കഴിക്കണ്ട. അവൾക്ക് വാശിയുടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും ഫോണില്ലാതെ അവളെ കാണാൻ കിട്ടുന്നില്ല. ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് എനിക്ക് പേടി തോന്നുന്നു. അവള് വേണ്ടതും വേണ്ടാത്തൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാലോ? അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഇൻ്റർനെറ്റ് ആക്സസ് നിർത്തുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഇനി ആ ഫോണൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. You know, no one will ever love you like I do. If you truly want me in your life, they have to go, Adi, and only you can make that happen. Poison. It's simple, quiet, and no one will ever know it was you. I'll make sure of that.
Adi, trust me, there is no other way. ആദി, മോൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എന്തായാലും എന്നോട് പറഞ്ഞോളൂ, മോളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? I don't like anyone controlling me. Megha is my best friend. ആദി, ആദി, ഓപ്പൺ ഇട്ടോ. ആദി, ആദി ഡോർ ഓർക്കും മോളെ. ആദി, പറയുന്നത് കേൾക്കും മോളെ. ആദി, Relax, Adi. It's already been taken care of. ഹലോ സർ. What the hell have you done, doctor? All your patient records just got leaked. വാട്ട്? You seriously don't know what the just happened? നോ. You just get back here. ഓക്കെ സർ, ഐ വിൽ കം ടു ദ ഹോസ്പിറ്റൽ നൗ, റൈറ്റ് നൗ. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗികളുടെ ചികിത്സാ രേഖകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതായി ഗുരുതരമായ ആരോപണം. സീനിയർ സൈക്കാട്രിസ്റ്റ് ഇക്ബാൽ വള്ളിക്കുന്നിനെതിരെയാണ് ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. ഹോസ്പിറ്റൽ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള രേഖകളാണ് പുറത്തു വന്നത് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രശസ്തരും സാധാരണ ജനങ്ങളും ഉൾപ്പെടെയുള്ള രോഗികളുടെ കൗൺസിലിംഗ് ഫയലുകൾ, കൂടെ പങ്കുവച്ച വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങി ഒട്ടേറെ സ്വകാര്യ വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുന്നത്. ആശുപത്രി അധികൃതർ ഡോക്ടറുടെ നടപടിയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇക്ബാലിനെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. അന്വേഷണത്തോട്